ഹായ് ഗേയ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ചെറിയൊരു വീഡിയോസ് ആയിട്ടാണ് വന്നത്. ഗൈസ്, ഇന്ന് പാലക്കാടിലേക്കൊരു യാത്രയാണ്. യാത്രയ്ക്കിടയിൽ കണ്ടൊരു കാഴ്ചയാണ് ഗൈസ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഞാൻ നാട്ടിലൊക്കെ ആടുകൾ പുല്ല് തിന്നുന്നതാണ് കാണാറുള്ളത്. ഇവിടെ നോക്കുമ്പോൾ ആട് കാർബോർഡൊക്കെ തിന്നുന്നു. മക്കളൊക്കെ അതിശയായിട്ട് നോക്കുകയാണ്, ഇതെന്ത് സംഭവം, ആട് പൊതുവെ പുല്ലല്ലേ ഉമ്മ തിന്നാ, ഇതെന്താ കാർബോർഡ് തിന്നുന്നെന്നാ ചോദിക്കുന്നത്. അവിടെ പുല്ല് ഉണ്ടായിട്ട് പോലും കാർബോർഡ് തിന്നുന്നില്ല. എന്താ കാരണം എന്ന് എനിക്കറിയില്ല. പാലക്കാടിലെ ആൾക്കാരൊക്കെ ഇതിലുണ്ടെങ്കിലൊന്ന് കാര്യമൊന്ന് പറയണ്ട, ഇതിൻ്റെ പ്രത്യേകത കാര്യങ്ങളൊന്ന് പറഞ്ഞു തരണം. അപ്പോൾ ഈ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് കണ്ണൂരിൽ നിന്നൊക്കെ വന്ന ടീം ഇങ്ങനെ അതിശം പോലെ നോക്കുന്നുണ്ട്. എന്താ സംഭവം, അവിടെ പുല്ലൊക്കെ ഉണ്ടല്ലോ, പക്ഷെ ആട് തിന്നുന്നത് ഫുള്ള് കാർബോർഡാണല്ലോ. ഞാൻ എന്നിട്ട് അവിടെ കുറച്ച് അങ്ങോട്ടേക്ക് നടന്നു നോക്കുമ്പോൾ ആട് പുല്ലിൻ്റെ അരിയത്തേക്ക് നീക്കി നോക്കുമ്പോൾ ആട് പുല്ല് ഒരു മൈൻഡും ചെയ്യുന്നില്ല. ആ കാർബോർഡ് പേപ്പർ കഷ്ണം കഷ്ണമാക്കി തിന്നുകയാണ് ചെയ്യുന്നത്. അതൊന്ന് ടേസ്റ്റ് വല്ലതും കൂടിയിട്ടാണോ എന്നറിയില്ല. കാർബോർഡിനാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നത്. പുല്ലിനേക്കാളും കൂടുതൽ കാർബോർഡിനോടാണ് ഇഷ്ടം തോന്നുന്നത്. പുല്ല് കണ്ടിട്ടൊരു മൈൻഡാക്കുന്നില്ല. എന്നിട്ട് നല്ല രസമുണ്ട് കാണാൻ തന്നെ, കാഴ്ച കാണാൻ തന്നെ ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ച. അങ്ങനെ അത് നിങ്ങളോട് പങ്കുവെക്കാമെന്ന് വിചാരിച്ച്. നിങ്ങളുടെ നാട്ടിൽ പാലക്കാടില അങ്ങോട്ടെല്ലാം എല്ലാ ആൾക്കാർ, പൊള്ളാച്ചിയില അങ്ങോട്ടുള്ള ആൾക്കാരായിട്ടുണ്ടെങ്കിൽ ഇതെന്തുകൊണ്ടാണെന്നൊന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞു തരണേ. അറിയാതുകൊണ്ട് ചോദിക്കാൻ. കാർബോർഡിന് തമ്മാമല അടിക്കുകയാണ് കാർബോർഡ് തരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാവരും പൊതുവെ ഈ നാട്ടിലില്ലാതെ എല്ലാ ആൾക്കാരും നോക്കലാണ് അതിശയം പോലെ. അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ടേക്ക് നോക്കുമ്പോൾ താറാവിനെ കണ്ടു. നല്ല അടിപൊളി കോഴികളാണ് ഇവിടെ ഉള്ളതൊക്കെ. കാണാൻ തന്നെ ഒരു പ്രത്യേക തരം രസമാണ്. ഓട്ടവും ചാട്ടെല്ലാം കണ്ടു കഴിഞ്ഞാൽ വളരെ ഒരു പ്രത്യേകത. ഇവിടെയുള്ള കോഴികൾക്കെല്ലാം എന്തോ ഒരു ഭംഗിയും, കാണാനൊക്കെ വളരെ അധികം ഒരു ഭംഗിയും കാണുന്നുണ്ട്.